അർജന്റ് വേക്കൻസി വന്നിട്ടുണ്ട്. നിങ്ങൾ അറിവിൽ മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കുക. വേക്കൻസി വരുന്നത് കേരളത്തിലോ ഇന്ത്യയിലോ അല്ല, മാലദ്വീപ്സിലാണ്. ഓക്കെ, അവിടെ ഉള്ള ഒരു പ്രൈവറ്റ് ഇന്റർനാഷണൽ സ്കൂളിലാണ് വേക്കൻസി വരുന്നത്. ഡിമാൻഡ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷത്തെ മിനിമം ക്വാളിഫിക്കേഷൻ വേണം. അതും CBSEയിലോ അല്ലെങ്കിൽ IGCSEയിലോ പഠിപ്പിച്ച ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്. അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള സർവീസ് ചാർജും ഈടാക്കുന്നതല്ല. അതേപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള വിസ ആയിരിക്കും തരിക. ഓക്കെ, നമ്പർ ഞാൻ കൊടുക്കുക. ആ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളെ സ്കൂളിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യും. മാലദ്വീപ്സിലുള്ള ഗിയാസുദ്ദീൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 2 ഒഴിവുണ്ട്. ഒന്ന് ഇംഗ്ലീഷിനും ഒന്ന് അറബിക്കിനുമാണ് ഒഴിവ് വരുന്നത്. ടീച്ചേഴ്സിന് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ അവർ ശരിയാക്കി കൊടുക്കും. അതുമാത്രമല്ല, അവരുടെ ഫീസിൽ കുറച്ച് കൺസെഷൻ കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഓരോ വർഷം കൂടുമ്പോൾ അവർക്ക് സാലറി ഇൻക്രിമെന്റ് ആയിട്ട് കൊടുക്കും. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അവർക്ക് ഓഫ് ഡേ ആയി. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു അപ്ലിക്കേഷൻ ഫോമിന്റെ ലിങ്ക് കൊടുക്കുക. അതിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ക്വാളിഫിക്കേഷനും പേരും കാര്യങ്ങളും അതൊക്കെ നിങ്ങൾ അത് എൻ്റർ ചെയ്യും. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പി, പിന്നെ അതേപോലെ തന്നെ ID കാർഡിന്റെ കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതൊക്കെ ഞാൻ കൊടുക്കുന്ന ഒരു ഇമെയിൽ ID ഉണ്ട്. അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അയക്കുക ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ. ജൂൺ 11 ലാസ്റ്റ് ഡേറ്റ്. സോ പെട്ടെന്ന് തന്നെ തീരുമാനിച്ച് കാര്യങ്ങൾ. മാലദ്വീപ്സിലുള്ള മിസ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് 2027 അക്കാഡമിക് ഇയറിലേക്കുള്ള വേക്കൻസീസ് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഏതൊക്കെ വിഷയങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പൈൻഡ് ബിസിനസ് ഗ്രേഡ് 7 to 8 വരെയുള്ള, അതുപോലെ തന്നെ ട്രാവൽ ടൂറിസം എന്ന് പറയുന്ന സബ്ജക്ട്, ബിസിനസ് സ്റ്റഡീസ്, അതുപോലെ അക്കൗണ്ടിങ്, ഈ പറയുന്ന വിഷയങ്ങൾക്ക് അവിടെ വേക്കൻസീസ് ഉണ്ട്. ജൂൺ 12 ലാസ്റ്റ് ഡേറ്റ്. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു ഇമെയിൽ ID തരാം. ആ ഇമെയിൽ IDയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലീറ്റ് CV കാര്യങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കാം. ഓക്കെ.